Today we are going to discuss about classical theory of price level determination. Classical economics എങ്ങനെയാണ് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൈസ് ലെവൽ ഇൻ ദ ക്ലാസിക്കൽ തിയറി ഇസ് ഡിറ്റർമിൻഡ് ബൈ ദി ക്വാണ്ടിറ്റി ഓഫ് മണി. ക്ലാസിക്കൽ തിയറിയിലെ പ്രൈസ് ലെവലിനെ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്? ബൈ ദി ക്വാണ്ടിറ്റി ഓഫ് മണി. എത്രത്തോളം മണി ഉണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിക്കൽ തിയറിയിൽ പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്. എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ലെവൽ ഡിപ്പെൻഡ്സ് ഓൺ ദി സ്റ്റോക്ക് ഓഫ് മണി കൺട്രോൾഡ് ബൈ ദി സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി. പ്രൈസ് ലെവലിൽ വരുന്ന മാറ്റം സ്റ്റോക്ക് ഓഫ് മണീനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ഓഫ് മണിയിൽ എന്ത് മാറ്റം വരുന്നുവോ അതിനനുസരിച്ചിട്ടാണ് പ്രൈസ് ലെവലും മാറ്റം വരുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ഓഫ് മണി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി. ദ പ്രൈസ് ലെവൽ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് മണി. പ്രൈസ് ലെവൽ ക്വാണ്ടിറ്റി ഓഫ് മണി ആയിട്ട് ഡയറക്റ്റ് റിലേഷൻ ആണുള്ളത്. If the central bank keeps the money supply stable, the price level will be stable. Central bank money supply stable ആയിട്ട് ഒരു മാറ്റവും ഇല്ലാതെ നിർത്തിയതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ലെവൽ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. If the central bank increases the money supply rapidly, the price level will rise rapidly. Central bank money supply പെട്ടെന്ന് വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ലെവൽ എന്ത് ചെയ്യും? പെട്ടെന്ന് വർദ്ധിക്കും. അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ തിയറി, ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഡിറ്റർമിൻസ് ദി പ്രൈസ് ലെവൽ. ക്ലാസിക്കൽ തിയറിയുടെ അടിസ്ഥാനത്തിൽ ക്വാണ്ടിറ്റി ഓഫ് മണിയാണ് പ്രൈസ് ലെവലിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. The determination of price level in the classical system is explained by the quantity theory of money. ഇപ്പോൾ ക്ലാസിക്കൽ സിസ്റ്റത്തിലെ പ്രൈസ് ലെവലിനെ തീരുമാനിക്കുന്നത് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിലൂടെയാണ്. ഇപ്പോൾ ക്ലാസിക്കൽ തിയറി ഓഫ് പ്രൈസ് ലെവൽ ഡിറ്റർമിനേഷൻ പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ടത്, ക്ലാസിക്കൽ തിയറിയിൽ പ്രൈസ് ലെവൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് ഓഫ് മണിയെയാണ്. സ്റ്റോക്ക് ഓഫ് മണി കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി. ഇപ്പോൾ സപ്ലൈ ഓഫ് മണി സെൻട്രൽ ബാങ്ക് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ലെവലും ഇൻക്രീസ് ചെയ്യും. സ്റ്റേബിളായി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ലെവലും സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പോൾ ക്ലാസിക്കൽ തിയറി ക്വാണ്ടിറ്റി ഓഫ് മണി പ്രൈസ് ലെവലിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. ഇപ്പോൾ ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇൻ ദ ക്ലാസിക്കൽ തിയറി, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ചസ് ഇൻ ദി മണി സപ്ലൈ ആൻഡ് ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ലെവൽ ഈസ് ഡയറക്റ്റ് ആൻഡ് സ്ട്രിക്ട്ലി പ്രൊപ്പോർഷണൽ. ഇപ്പോൾ ക്ലാസിക്കൽ തിയറിയിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ചസ് ഇൻ ദി മണി സപ്ലൈ, അതായത് മണി സപ്ലൈയും അതേപോലെ പ്രൈസ് ലെവലും തമ്മിൽ ഡയറക്റ്റ് ആൻഡ് സ്ട്രിക്റ്റ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണുള്ളത്. ക്ലാസിക്കൽ തിയറിയിൽ മണി സപ്ലൈ അതുപോലെ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ എന്ന് പറയുന്ന രണ്ടും ഡയറക്റ്റ് ആൻഡ് സ്ട്രിക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദിസ് റിലേഷൻഷിപ്പ് ഇൻ വിച്ച് ദ പ്രൈസ് ലെവൽ ഈസ് മെയ്ഡ് എ ഫംഗ്ഷൻ ഓഫ് മണി സപ്ലൈ ഈസ് നോൺ ആസ് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ഈ ഒരു പറയുന്ന റിലേഷൻഷിപ്പ്, the relationship in which the price level is made a function of money supply is known as the quantity theory of money. ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് പ്രൈസ് ലെവലും മണി സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത് മണി സപ്ലൈ അതുപോലെ പ്രൈസ് ലെവൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് സ്ട്രിക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഡയറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും, മണി സപ്ലൈ കുറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ലെവൽ ഡിക്രീസ് ചെയ്യും. പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പാണ്. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി വാസ് ഫസ്റ്റ് പ്രൊപ്പൗണ്ടഡ് ബൈ ബെർണാർഡോ Davanzati. There are two versions of the quantity theory of money. അപ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ആദ്യം പ്രൊപ്പൗണ്ട് ചെയ്തിരുന്നതാണ് ബെർണാഡോ ആണ്. പിന്നെ അതിന് രണ്ട് വേർഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഉണ്ട് എന്ന് പറയാം. ദർ ആർ ടു വേർഷൻസ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ഏതൊക്കെയാണ്? ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച് ആൻഡ് ക്യാഷ് ബാലൻസ് അപ്രോച്ച്. ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ചും അതുപോലെ ക്യാഷ് ബാലൻസ് അപ്രോച്ചും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ചാണ്. Cash transaction approach ആരാ കൊണ്ടുവന്നിട്ടത്? Irving Fisher. So the cash transaction approach was introduced by Irving Fisher. The centerpiece of the quantity theory of money is the equation of exchange developed by Irving Fisher. Quantity theory of moneyയിലെ centerpiece ആയിട്ട് പറയുന്നത് ഏതാണ്? ഇർവിംഗ് ഫിഷർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചത്. അതാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ സെൻറ്റർ പീസ് ആയിട്ട് പറയുന്നത്. ഫിഷർ ഫോക്കസ്ഡ് അറ്റൻഷൻ ഓൺ ദി റീസൺസ് വൈ പീപ്പിൾ സ്പെൻഡ് മണി. ഫിഷർ ഫോക്കസ്ഡ് അറ്റൻഷൻ ഓൺ ദി റീസൺ വൈ പീപ്പിൾ സ്പെൻഡ് മണി. എന്തുകൊണ്ടാണ് ജനങ്ങൾ പൈസ ചിലവാക്കുന്നത്, ക്യാഷ് ചിലവാക്കുന്നത് എന്നതിൻ്റെ കാരണത്തിലാണ് ഫിഷർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. Thus his theory is known as the cash transaction
Thus his theory is known as the transactions velocity approach to the quantity theory of money. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിയറിയെ ട്രാൻസാക്ഷൻ വെലോസിറ്റി അപ്രോച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിഷർ ഒരു എന്താ പറയുക ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്തിരുന്നു. MV=PT എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്തിരുന്നു. അതാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഫിഷർ ഫോക്കസ് ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ പൈസ ചിലവാക്കുന്നത് അല്ലെങ്കിൽ ക്യാഷ് ചിലവാക്കുന്നത്, അതിൻ്റെ റീസൺ എന്തൊക്കെയാണെന്നുള്ളതിനാണ് ഫിഷർ ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിയറിയെ ട്രാൻസാക്ഷൻ വെലോസിറ്റി അപ്രോച്ച് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന പേരിൽ അറിയപ്പെടുന്നു. ദ റോൾ ഓഫ് മണി ഇൻ ദ തിയറി ഈസ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ തിയറിയിൽ റോൾ ഓഫ് മണി എന്താണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടാണ് പറയുന്നത്. The equation of exchange MV=PT developed by Fisher can be converted into the quantity theory of money based on the assumptions that V and T are stable in the short run and P is passive. അപ്പോൾ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് പറയുന്നത് MV=PT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതിനെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് V ആൻഡ് T ആർ സ്റ്റേബിൾ ഇൻ ദി ഷോർട്ട് റൺ. വിയും ടിയും ഷോർട്ട് റണ്ണിൽ സ്റ്റേബിൾ ആണ് എന്നുള്ള രീതിയിൽ. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി, ടി എന്ന് പറയുന്നത് വോളിയം, ടി എന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച്ഡ്. അപ്പോൾ വിയും ടിയും സ്റ്റേബിൾ ആണ് ഷോർട്ട് റണ്ണിൽ എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത് പാസീവ് ആണ്. ഇൻ ദി ഇക്വേഷൻ വി ഈസ് എ ട്രാൻസാക്ഷൻ വെലോസിറ്റി ഓഫ് മണി. വി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് വെലോസിറ്റി ഓഫ് മണി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് മണിയാണ്. വെലോസിറ്റി ഓഫ് മണി ഈസ് ദ ആവറേജ് റേറ്റ് അറ്റ് വിച്ച് പീപ്പിൾ സ്പെൻഡ് ദെയർ മണി. വെലോസിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ പൈസ ചിലവാക്കുന്നതിൻ്റെ ആവറേജ് റേറ്റ് എത്രയാണോ അതാണ് വെലോസിറ്റി ഓഫ് മണി. എത്ര തവണ അവർ ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്, ചിലവഴിക്കുന്നുണ്ട്, എത്ര തവണ അവർ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, അത് മൊത്തം കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വെലോസിറ്റി ഓഫ് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The average number of times each unit of money changes hands or the speed of transaction are constrained by the society's physical means of transporting money, spending habits and the payments mechanism. The effect of these variables on V is stable in the short run. അപ്പോൾ ക്ലാസിക്കൽ എക്കണോമിക്സ് പറഞ്ഞത് വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എന്തുകൊണ്ടാണ്? ഈ റീസൺസ് ഒരുപാട് പറയുന്നുണ്ട്. ദ ആവറേജ് നമ്പർ ഓഫ് ടൈംസ് ഈച്ച് യൂണിറ്റ് ഓഫ് മണി ചേഞ്ചസ് ആൻഡ് the speed of transactions are constrained by society's physical means of transporting money, spending habits and the payments mechanism. It was also assumed that the velocity V and money M were independent of one another. അതായത് വെലോസിറ്റി ഓഫ് മണി എന്ന് പറയുന്നതും മണി എന്ന് പറയുന്നതും രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് പറയുന്നത്. Thus changes in V are not caused by changes in M. അപ്പോൾ എന്തെങ്കിലും വിയിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അത് M കൊണ്ടല്ല ഉണ്ടായിട്ടുള്ളത്, മണി കൊണ്ടല്ല ഉണ്ടായിട്ടുള്ളത്. ക്ലാസിക്കൽ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റിൻ്റെ മേലിലാണ് എല്ലാ ക്ലാസിക്കൽ തിയറിയും ബേസ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള എക്കോണമിയിൽ ലേബർ ഫോഴ്സ് വർക്ക് ചെയ്യുന്നത് ഫിക്സഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലും അതുപോലെ പ്രൊഡക്ഷൻ ടെക്നിക്സ് തന്നിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. The volume of output corresponding to full employment is stable in the short run. ഷോർട്ട് റണ്ണിൽ വോളിയം ഓഫ് ഔട്ട്പുട്ടിന് അതുപോലെ കറസ്പോണ്ടിങ് ഫുൾ എംപ്ലോയ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ഓഫ് ഔട്ട്പുട്ട് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും, സ്ഥിരമായിരിക്കും. ദസ് ടി ഈസ് കോൺസ്റ്റന്റ്. ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. The assumption that P is passive means that P depends on changes in M. അപ്പോൾ നമ്മൾ പി പാസീവ് ആണെന്ന് പറഞ്ഞു. പി പാസീവ് ആണെന്ന് പറയാനുള്ള കാരണം പി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എമ്മിൽ എന്ത് മാറ്റം വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. Given this assumption, any increase in M must lead to a proportional rise in P. ഇത്തരത്തിലുള്ള അസംഷനൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എമ്മിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യും. ഇതിനെ പിയെ അഫക്റ്റ് ചെയ്യും, പ്രൈസ് ലെവലിനെ അഫക്റ്റ് ചെയ്യും, പ്രൊപ്പോർഷണൽ റൈസ് ഉണ്ടാക്കും പിയിൽ. അതായത് വി കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു, വി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, പിന്നെ ടി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അഫക്റ്റ് ചെയ്യാനുള്ളത് എമ്മും പിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എമ്മിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് പിന്നെയും കൂടെ ബാധിക്കും. The quantity theory of money states that the price level is directly related to quantity of money. Quantity theory of money യിൽ പറയുന്നത് പ്രൈസ് ലെവൽ ക്വാണ്ടിറ്റി ഓഫ് മണി ആയിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഈസ് ഡബിൾഡ്, ക്വാണ്ടിറ്റി ഓഫ് മണി ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ലെവലും ഡബിൾ ചെയ്യും. അതുപോലെ വാല്യൂ ഓഫ് മണി അതിൻ്റെ ഹാഫ് ആയിട്ട് മാറും.
On the other hand, if the quantity of money is reduced by 1/2, the price level will also be reduced by 1/2 and the value of money will be twice. വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണി 1/2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ലെവലും എന്ത് ചെയ്യും 1/2 ആയിട്ട് റെഡ്യൂസ് ചെയ്യും, വാല്യൂ ഓഫ് മണി ട്വൈസ് ആവും, ഡബിൾ ആവും. The practical implication of quantity theory of money is that the appropriate cure for inflation is a reduction in the quantity of money, and the appropriate policy during deflation is to increase the money supply. ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി ഓഫ് മണി റെഡ്യൂസ് ചെയ്യുക, അതുപോലെ ഡിഫ്ലാഷൻ്റെ സമയത്തിൽ എന്ത് ചെയ്യുക, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുക. In short, the central bank can control movements in the price level by controlling movements in the money supply. അപ്പോൾ സെൻട്രൽ ബാങ്കിന് പ്രൈസ് ലെവൽ മാറ്റാൻ പറ്റുന്നത്, കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് മണി സപ്ലൈയിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ്. അപ്പം ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്താ ചെയ്യുന്നത്, ക്വാണ്ടിറ്റി ഓഫ് മണി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഡിഫ്ലേഷൻ്റെ സമയത്ത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മണി സപ്ലൈ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറിയിൽ, ഈ ഒരു അപ്രോച്ചിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച് ബേസ് ചെയ്തിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മേളിലാണ്. എന്തുകൊണ്ടാണ് ഇതിന് ട്രാൻസാക്ഷൻ വെലോസിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്? അതുപോലെ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിൽ എന്തിനെ സൂചിപ്പിക്കുന്നു, ഏതാണ് കോൺസ്റ്റൻ്റായി നിൽക്കുന്നത്, വിയും ടിയും, അപ്പോൾ എം പിനെ എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ഡീഫ്ലാഷൻ്റെ സമയത്തും അതുപോലെ ഇൻഫ്ലേഷൻ്റെ സമയത്തും എന്താണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഗവൺമെൻറ് എങ്ങനെയാണ് ഡീഫ്ലാഷനെയും ഇൻഫ്ലേഷനെയും കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. Next we move on to criticism. The major criticism leveled against the cash transaction approach to the quantity theory of money are the following. The first one, the theory gives too much attention to the quantity of money and so concentrate on supply, which is only one of the two forces that determine the value of money. The theory neglects demand for money. തിയറിയിൽ മെയിനായിട്ട് അറ്റൻഷൻ കൊടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി ഓഫ് മണി അതേപോലെ സപ്ലൈയിലാണ്. പക്ഷേ സപ്ലൈ എന്നുള്ള ഫോഴ്സ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഡിമാൻഡ് ഫോർ മണീനെ കുറിച്ചൊന്നും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടാമത്തത്, ദ തിയറി അറ്റംപ്റ്റ് ടു ഷോ ഓൺലി ഹൗ ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് മണി ആർ ബ്രോട്ട് അബൌട്ട് ആൻഡ് ഓഫേഴ്സ് നോ എക്സ്പ്ലനേഷൻ ഓഫ് ഹൗ ദ വാല്യൂ ഓഫ് മണി ഈസ് ഡിറ്റർമിൻഡ് ഇനീഷ്യലി. തിയറി കാണിക്കുന്നത് എങ്ങനെയാണ് വാല്യൂ ഓഫ് മണിയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മറിച്ച് അതിൽ we should not give explanation of how the value of money is determined initially. എങ്ങനെയാണ് വാല്യൂ ഓഫ് മണി ഡിറ്റർമിൻ ചെയ്യുന്നത്, തുടക്കത്തിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് മണി ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നില്ല. ഓൺലി അതിൻ്റെ ചേഞ്ചസ് മാത്രമേ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. then മൂന്നാമത്തേത്, 4 variables M, V, P and T are independent of one another. A change in M is likely to bring about a change in V. T is not an independent variable because changes in M and V are likely to influence T. Thus, assumption regarding the behavior of V and T are unrealistic. നമ്മൾ ഈ തിയറിയിൽ വിയും ടിയും കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് 4 വേരിയബിൾസ് ഉണ്ടല്ലോ, എം, വി, പി, ടി എന്ന് പറയുന്ന 4 വേരിയബിൾസ് ഉണ്ട്. അത് 4 എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. എന്തെങ്കിലും ഒരു മാറ്റം എമ്മിലുണ്ടായാൽ അത് വേറെന്തിൽ മാറ്റം വരുത്തുന്നു, വിയിൽ മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ടി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല. എന്തുകൊണ്ടാണ്, എമ്മിലുള്ള മാറ്റവും അതുപോലെ വിയിലുള്ള മാറ്റവും ടീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിയും ടിയും ബേസിലുള്ള അസംഷൻ, അതിൻ്റെ ബിഹേവിയറിൽ വരുന്ന അസംഷൻ എന്താണ്, അൺറിയലിസ്റ്റിക് ആണ് എന്നാണ് പറയുന്നത്. നാലാമത്തേത്, ക്വാണ്ടിറ്റി തിയറി cannot be regarded as an adequate theory of money because it takes no account of the rate of interest. ക്വാണ്ടിറ്റി തിയറി നമുക്ക് ഒരു adequate theory of money ആയിട്ട് പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഇത് കൺസിഡർ ചെയ്യുന്നില്ല. അഞ്ചാമത്തെ, തിയറി ഈസ് ബേസ്ഡ് ഓൺ അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നൊരു അസംഷൻ്റെ ബേസിലാണ് ഈ തിയറി നിലനിൽക്കുന്നത്. ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക് അസംഷൻ ബിക്കോസ് ദ നോർമൽ സിറ്റുവേഷൻ ഈസ് വൺ ഓഫ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം അക്കോർഡിംഗ് ടു കെയ്ൻസ്. അത് ഒരിക്കലും അത് അൺറിയലിസ്റ്റിക് ആണ്. അതായത് നോർമൽ സിറ്റുവേഷനിൽ എപ്പോഴും അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആണുള്ളത്, അല്ലാതെ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന അസംഷൻ ഇല്ല. അഞ്ചാമത്തത്, ആറാമത്തത്, the Keynes challenged the direct and proportional relationship between quantity of money and price level. കെയ്ൻസ്
നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് മണി അതുപോലെ പ്രൈസ് ലെവലും ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു സംഭവത്തെ കെയ്ൻസ് ചലഞ്ച് ചെയ്തു. അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ്. റിലേഷൻഷിപ്പ് ഈസ് ആൻ ഇൻഡയറക്റ്റ് വൺ വൈ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട്. റിലേഷൻഷിപ്പ് എന്താണ്? ഇൻഡയറക്റ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏഴാമത്തത്, തിയറി ഓഫ് മണി ഈസ് ആർട്ടിഫിഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ദി ജനറൽ തിയറി ഓഫ് വാല്യൂ ബിക്കോസ് ദ വാല്യൂ ഓഫ് മണി ഇൻ ദി ക്വാണ്ടിറ്റി തിയറി ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ ദി ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് മണി റിലേറ്റീവ്ലി ടു ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. തിയറി ഓഫ് മണി ആർട്ടിഫിഷ്യലി സെപ്പറേറ്റഡ്, ജനറൽ തിയറി ഓഫ് വാല്യൂവിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിന്ന് തിയറി ഓഫ് മണി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ദ വാല്യൂ ഓഫ് മണി ഇൻ ദ ക്വാണ്ടിറ്റി തിയറി The value of money in the quantity theory is not determined by the demand for and supply of money. അപ്പോൾ ഈ ക്വാണ്ടിറ്റി തിയറിയിൽ പറയുന്ന വാല്യൂ ഓഫ് മണി എന്നുള്ളത് ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് മണി എന്നുള്ള രീതിയിലല്ല ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിയറി ഓഫ് മണി ജനറൽ തിയറി ഓഫ് വാല്യൂവിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച് പറയുന്നത്. ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച് ആരാ കൊണ്ടുവന്നിട്ടത്? ഇർവിംഗ് ഫിഷറാണ്. ഇക്വേഷൻ MV = PT എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ.